വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയ്ക്കിടയിൽ G7 കുറിച്ച് നമ്മളൊരു പരാമർശം നടത്തിയല്ലോ. അപ്പോൾ ബിജേട്ടൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അതായത് G7 നരേന്ദ്രമോദിയെ ഇൻവൈറ്റ് ചെയ്തില്ല. നരേന്ദ്രമോദിയെ ഇൻവൈറ്റ് ചെയ്താൽ നമ്മൾ പോകില്ല എന്നാണ് ഒരു ആംഗിൾ ബിജേട്ടൻ പറഞ്ഞത്. അങ്ങനെ വന്നാൽ കാനഡയ്ക്ക് അത് വലിയ ക്ഷീണവും. ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പൊ അവസാനം നരേന്ദ്രമോദി ഇൻവൈറ്റ് ചെയ്യാതെ ആ G7 സമ്മിറ്റ് മുന്നോട്ട് പോകില്ല എന്ന് കണ്ടതുകൊണ്ട് നരേന്ദ്രമോദിയെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് കനേഡിയൻ PM മാർക്ക് കാർണെ now declines to comment on the നിജാർ മർഡർ ഓൾസോ എന്നുള്ള റിപ്പോർട്ട് പുറത്തുമില്ല. നിജാർ മർഡറിൽ അദ്ദേഹം ഒന്നും പറയുന്നില്ല. അദ്ദേഹം വിസമ്മതിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പ്രതികരിക്കാനേ അദ്ദേഹം ഇല്ല എന്നുള്ളത്. He said without India's G7's plan to partner with developing nations wouldn't have gained traction എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇന്ത്യയുടെ പാർട്ട്ണർഷിപ്പ് ഡെവലപ്പിംഗ് നേഷൻസും ഇന്ത്യയുടെ പാർട്ട്ണർഷിപ്പും G7 ഇല്ലായിരുന്നുവെങ്കിൽ ഇത് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നും പറയുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ PM-നെ പേഴ്സണലി കോൾ ചെയ്തു. എന്നിട്ട് G7 സമ്മിറ്റിന് കാനഡയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. എന്താണ് ഈ അവസാന നിമിഷം സംഭവിച്ചത്? ഇതുവരെ മോദിയെ അങ്ങോട്ടേക്ക് വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം എന്തുകൊണ്ടാണ് ഈ മനംമാറ്റം? നമ്മൾ ഇന്നലെ ഈ വിഷയം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ വാർത്തയേ അല്ല. G7 നരേന്ദ്രമോദി പോകുകയോ ഇല്ലയോ എന്നുള്ളത് പ്രധാന വാർത്തയല്ല. ചിലപ്പോൾ അദ്ദേഹത്തെ ചില വാർത്തകൾ ഇപ്പോഴല്ല, ഒരു 1.5 മാസം മുമ്പ് ചില ഇന്റർനാഷണൽ മീഡിയാസിൽ വന്ന വാർത്തകളുണ്ടായിരുന്നു. മോദിയെ ക്ഷണിച്ചാലും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ കാനഡയുമായിട്ടുള്ള വിഷയം കൊണ്ടാണ് അദ്ദേഹം പോകാൻ സാധ്യതയില്ല എന്നൊരു വാർത്തയും ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി വായിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷെ പല മാധ്യമങ്ങളും മോദിയെ വിളിച്ചില്ല, ഇന്ത്യയെ തഴഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ ഹെഡിങ് കൊടുക്കുന്നു. അതിനകത്ത് വലിയ ഇമ്പോർട്ടന്റ് ഇല്ല എന്ന് പറയാൻ കാരണം ഇന്ത്യയെ വിളിക്കാതെ ഇനി ഒരു ഇതിനുള്ള യോഗങ്ങളും നടക്കാത്തൊരു സാഹചര്യമാണ്. മറുവശത്ത് അതിന് ഒരു കാരണമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞത്, മറുവശത്ത് ബ്രിക്സ് വളരെ ശക്തമായി തന്നെ മുൻപോട്ട് പോകുന്നു. ബ്രിക്സ് കൂടാതെ തന്നെ ചില കുറുമുന്നണികൾ രൂപപ്പെടുന്നു. അത് പല രീതിയിലുള്ള കുറുമുന്നണികളാണ്. അത് എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ ഒരു 10 വർഷത്തിൽ ഒരിക്കലായിരുന്നു ഇങ്ങനത്തെ ചേഞ്ചസുകൾ കണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പൊ 10 വർഷമൊന്നും വേണ്ട, 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ചേഞ്ചസുകൾ കണ്ടുവരുന്നു. ഏഷ്യയിൽ ഒരു വമ്പൻ നീക്കം നടക്കുന്നു. RIC എന്ന് പറഞ്ഞൊരു നീക്കവുമായി റഷ്യ മുൻപോട്ട് വരുന്നു. റഷ്യയും ഇന്ത്യയും ചൈനയും ചേർന്നുള്ള ഒരു സഖ്യം, അതിനായിട്ട് 20 മീറ്റിങ്ങുകൾ നടന്നു കഴിഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ ഇന്ത്യയെ, കാരണം അല്പമെങ്കിലും ഇവർക്ക് കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. റഷ്യ ഒരിക്കലും അവർക്ക് കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. ചൈന അവർക്ക് നമ്പാനേ പറ്റില്ല. പിന്നെ ഉള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. അവർ നമ്മൾ ചതിക്കില്ല, ഇല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കാര്യമുണ്ടെങ്കിൽ നമ്മൾ കൂടെ നിൽക്കും. അപ്പം ഇന്ത്യ ഒഴിവാക്കിക്കൊണ്ട് പോകാൻ കഴിയില്ല. കാരണം ഈ പാശ്ചാത്യ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലും ഏഷ്യയിലും ആണ്. അതായത് അത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ദക്ഷിണേഷ്യയിലേക്ക് കടക്കാനായിട്ട്. കാരണം ഈ ബിസിനസ് ആണല്ലോ എല്ലാവരുടെയും ഇത്. ബിസിനസ്സിന് ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത്. കാരണം മുൻപ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ ഫോക്കസ് ചെയ്തിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ രാജ്യങ്ങളിൽ അല്പമെങ്കിലും ഗതി പിടിച്ച് കിടന്നിരുന്ന രാജ്യം ഒന്ന് ചൈനയായിരുന്നു. പക്ഷെ ചൈനയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചൈനയിലെ ഉള്ള ഉൽപ്പന്നങ്ങൾ മുഴുവൻ ചൈനക്കാരുടെ ഉൽപ്പന്നങ്ങളാണ്. അത് അവർ പുറത്തുനിന്ന് വേറെ സാധനങ്ങൾ പോലും എടുക്കാറില്ല. ഈവൻ ഗൂഗിൾ പോലും അവർ ഉപയോഗിക്കാറില്ല. അപ്പൊ പിന്നെ അവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥയും വളരെ പരമദയനീയമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവിടെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങാനും ഒന്നുമില്ല. പണ്ട് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഈ സിംഗപ്പൂരിൽ നിന്നും ഒപ്പം തന്നെ ഈ യൂറോപ്യൻ കൺട്രീസിൽ നിന്നും നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. കമ്പ്യൂട്ടർ അടക്കം അത് എനിക്ക് നേരിട്ട് അറിയാവുന്ന സാധനമാണ്. അതായത് ഈ സ്ക്രാപ്പിന്റെ രൂപത്തിലാണ് ഇത് ഇവിടെ എത്തുന്നത്. കാരണം അമേരിക്കയിലൊക്കെ ഈ ഒരു കാലാവധി കഴിഞ്ഞ് കമ്പ്യൂട്ടർ സ്ക്രാപ്പായിട്ട് കയറ്റിവിടും. അത് ഇവിടെ കൊണ്ട് തേച്ച് മിനിക്കിട്ട് 3000 രൂപയ്ക്കും 2000 രൂപയ്ക്ക് ഈ കമ്പ്യൂട്ടർ കൊടുക്കും, വലിയ പെട്ടി കണക്കിരിക്കുന്ന കമ്പ്യൂട്ടർ. പിന്നീട് നമ്മുടെ ഇന്ത്യക്കാരെ അറിയാമല്ലോ, അതിനൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് പല അഭ്യാസങ്ങളും കാണിക്കും. പിന്നീട് അത് TV ആയിട്ട് രൂപാന്തരപ്പെടുത്തി. ഇതിന്റെ മോണിറ്റർ TV ആയിട്ട് കണക്ട് ചെയ്ത് പല വീടുകളിലും രൂപാന്തരപ്പെടുത്തി. അതായത് 2000 രൂപ 3000 രൂപ കൊടുക്കാമെങ്കിൽ കമ്പ്യൂട്ടർ കിട്ടും. പക്ഷെ അതെന്തിനാന്ന് വെച്ചാൽ അത് അവിടുന്ന് നശിപ്പിക്കാനായിട്ടാണ് കൊടുത്തു വിടുന്നത്. ആ സാധനം ഇവിടെ കൊണ്ടുവന്നു. അതിനുശേഷം ചില ബിരുദന്മാർ ഇവിടെ കമ്പനികൾ തുടങ്ങിയിട്ട് നമ്മളെക്കാൾ ദരിദ്രമായ നേപ്പാളിലേക്കും മറ്റും അത് കയറ്റിവിടാൻ തുടങ്ങി. ശ്രീലങ്കയിലേക്കും മ്യാൻമാറിലേക്കും ഈ സാധനം അവിടുന്ന് കൊണ്ടിരുന്നത് സ്ക്രാപ്പായിട്ട് തള്ളിക്കളയേണ്ട സാധനം അവിടുന്ന് കൊണ്ടുവന്ന് ഈ രീതിയിൽ നമ്മുടെ കേട്ട കഥ ശരിയാണെങ്കിൽ നമ്മുടെ റിലയൻസ് പോലും മുമ്പ് അവരുടെ 500 രൂപ ഫോൺ ഇറങ്ങിയപ്പോൾ അത് ദുബായിലേക്ക് സെയിൽ ചെയ്യാൻ കൊണ്ടുവന്ന ഫോണാണ് LG-യുടേത്. ആ ഫോണിന് അവിടെ റേഡിയേഷൻ കൂടുതലായതുകൊണ്ട് അവർ അനുമതി കൊടുത്തില്ല. അങ്ങനെ കെട്ടിക്കിടന്ന ഫോണെല്ലാം കൂടെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് റിലയൻസ് 500 രൂപയ്ക്ക് വിറ്റ് മാറ്റിയത്. ആ ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്ത് പോയിരിക്കുന്നു. ഇന്ന് ഏറ്റവും ലോകത്ത് ഏത് ബ്രാൻഡാണോ ഇറങ്ങുന്നത് ആ സെക്കൻഡിൽ എടുക്കുക എന്നുള്ളൊരു വാശിയിലാണ് കേരളത്തിൽ പോലുള്ള ചെറുപ്പക്കാർ ഇപ്പോൾ ഉള്ളത്. ആപ്പിളിന്റെ ഒക്കെ ഫോൺ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തർ അവരുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നത്, വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത്. ആ നിലയിലേക്ക് നമ്മൾ മാറുന്നു. അപ്പൊ സ്വാഭാവികമായി തന്നെ ഏഷ്യയിലേക്കാണ് ഇനി വിപണികൾ കിടക്കുന്നത്. ആ ഏഷ്യയിലേക്ക് വിപണി കിടക്കുമ്പോൾ ആ ഏഷ്യയിലെ വിപണി പിടിക്കുക എന്നുള്ളതാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് പോകുന്നത്.
കാരണം ഇനി മുമ്പോട്ട് പോകണം. കാരണം ഈ കച്ചവടത്തിന് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടണമല്ലോ, അല്ലാതെ എപ്പോഴും ഒരു കസ്റ്റമേഴ്സ് കാണില്ല. കാരണം ആ കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ പിന്നെ അധികമായിട്ട് ആ കസ്റ്റമർ ഒന്നും വാങ്ങുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായി തങ്ങൾ കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലകളിൽ പോവുക, കച്ചവടം ഉറപ്പിക്കുക, കച്ചവടം ചെയ്യുക. ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയിലേക്ക് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ പിടിമുറുക്കി കഴിഞ്ഞു, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും. പക്ഷെ അവിടെയും സേഫ് അല്ലാത്ത അനവധി രാജ്യങ്ങളുണ്ട്. ഇപ്പൊ സേഫായിട്ട് സാധനം വിറ്റഴിക്കാൻ പറ്റുന്നതും വലിയ നൂലാമാലകളും ടാക്സിന്റെ പ്രോബ്ലംസും ഇല്ലാതെ സാധനം വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. അവിടെ 140 കോടി ജനമുണ്ട്. ജനസംഖ്യയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ആ ജനസംഖ്യ ബഹുഭൂരിപക്ഷത്തിനും പർച്ചേസിങ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഒരു മിനിമം 100 രൂപ മുടക്കിയിട്ടൊക്കെ അത്യാവശ്യം ഒരു സാധനം വാങ്ങാൻ നമുക്ക് പറ്റും. ഒരു 10 രൂപയെങ്കിലും മിനിമം മുടക്കാൻ, വെറും സിമ്പിൾ 10 രൂപയുടെ കാര്യം ഞാൻ പറഞ്ഞത്, അല്ല 10,000 അല്ല, 10 രൂപയൊക്കെ മുടക്കാൻ പറ്റുന്ന ആളുകൾ നമുക്കറിയാം. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിപണിയിലേക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ മതി. നമ്മുടെ ചുറ്റുപാടുള്ളവർ ഏത് ഫുഡാണ് കഴിക്കുന്നത്? മക്ഡൊണാൾഡിന്റെ ഈ ഷോറൂം ഇതിലുണ്ട്, കടകളിൽ നോക്കി നല്ല തിരക്കല്ലേ ഉണ്ടാകുന്നത്. ഫോറിൻ ചിക്കനും മറ്റുമൊക്കെ അല്ലേ ഇവിടെ ധാരാളമായി കഴിക്കുന്നത്, കൊച്ചു കുട്ടികൾ പോലും ഒക്കെ, സാധാരണക്കാരന്റെ മക്കൾ പോലും. കാർ തന്നെ ഒരു മാസം 3 4 പുതിയ പുതിയ ബ്രാൻഡുകൾ ഇറങ്ങുന്നുണ്ട്, വില കൂടിയതും കുറഞ്ഞതും പല പല ടൈപ്പുള്ള കാറുകൾ, ലക്ഷറി ആയിട്ടുള്ള കാറുകൾ ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ മേടിക്കാനുള്ള പർച്ചേസിംഗ് കപ്പാസിറ്റി നമുക്ക് കൂടുന്നു. പഴയ 100cc ബൈക്ക് ഇല്ല ഇന്ന് ഇന്ത്യയിൽ, എവിടെങ്കിലും ഉണ്ടോ? ഇല്ല. 100cc ബൈക്കിന് പകരമൊക്കെ ഒരു 200cc മുകളിൽ, 300cc മുകളിലുള്ളതാണ്. അതിന്റെയൊക്കെ വില 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെയാണ് ആ ബൈക്കുകളുടെയൊക്കെ വില. അപ്പൊ അങ്ങനെ പോകുന്നു ഓരോ കാര്യങ്ങൾ. നമ്മളിതിനെ സാധാരണക്കാർ വിലയിരുത്തുന്ന പറഞ്ഞാല് വില കൂടുന്നുണ്ട്, വിൽപ്പന കുറയുന്നില്ലല്ലോ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോ ഉള്ള സാധനത്തിന് വില കൂടുന്നു എങ്കിൽ ആരും മേടിക്കാതിരിക്കുന്നില്ല, വാങ്ങുന്നുണ്ട്, വിൽപ്പന കൂടുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഒരു വലിയ വിപണിയാണ്, അതിന്റെ ഒരു ഭാഗം തങ്ങൾക്ക് കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് ആണ് അവരെല്ലാരും ചിന്തിക്കുന്ന ഒരു കാര്യം. ഇന്ത്യ എന്താണ് ചിന്തിക്കുന്നത്? പഴയ പോലെ കച്ചവടത്തിന് തുറന്നിട്ട് കൊടുക്കുക അല്ല ഇന്ത്യ ചെയ്യുന്നത്. പകരം നിങ്ങൾ വരൂ, ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ ഫാക്ടറി തുടങ്ങും, അവിടെ തുടങ്ങിയിട്ട് നിങ്ങൾ ഉത്പാദിപ്പിക്കൂ, അതുകൊണ്ട് ഞങ്ങൾക്കും നേട്ടം നിങ്ങൾക്കും നേട്ടം. ആ രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അവിടെയാണ് G7 രാജ്യങ്ങൾ. അതിൽ ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? എല്ലാം വലിയ വലിയ വൻകിട ശക്തികളുള്ള രാജ്യങ്ങളാണ്, എല്ലാം കച്ചവടക്കാരാണ്. അമേരിക്കയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ജപ്പാനുണ്ട്, കാനഡയുണ്ട്. ഇവരെല്ലാം കച്ചവടക്കാരാണ്, ആയുധ വിപണിയിൽ മുൻപന്തി നിൽക്കുന്നതാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ലോകത്തു നിന്ന് ആയുധം ഇറക്കുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളിൽ അമേരിക്ക ഇല്ല. റഷ്യയിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്നത്. 2ാം സ്ഥാനം ഫ്രാൻസിൽ നിന്നാണ്. 3ാം സ്ഥാനം ഇസ്രയേലിൽ നിന്നാണ്. പുതിയ കണക്കാ. ഇസ്രയേൽ 2023-24 പുറത്തിറക്കിയ അവരുടെ എല്ലാ ആയുധങ്ങളുടെയും 13% കയറ്റുമതി ചെയ്ത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയാണ് അവരിൽ നിന്ന് ആയുധം വാങ്ങുന്ന 3ാമത്തെ ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. മുൻപ് നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. അമേരിക്കയുടെ വിമാനങ്ങളും അല്ലെങ്കിൽ അമേരിക്കയുടെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കിയിരുന്നത്. ഇന്ന് മുമ്പൊരു ക്രയോജനിക് എഞ്ചിൻ നമുക്ക് ഉണ്ടാക്കാൻ പോയതിന്റെ പൊല്ലാപ്പ് നമുക്കറിയാമല്ലോ, മറിയൻ റഷീദ്, നമ്പിനാരായണന്റെ ഒക്കെ കഥ. ഇന്നിപ്പോ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഈ ടെക്നോളജി ഉള്ള രാജ്യങ്ങൾ ഇങ്ങോട്ട് പറയുകയാണ് ഞങ്ങൾ തരാം. നമ്മളിപ്പോ ഒരു ജെറ്റ് ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്, അതിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെന്താണ് റഷ്യ പറയുന്നത്? ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഉണ്ടാക്കും. വേറെയും ചില രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. റഫാലിൽ ഇപ്പൊ എന്താ സംഭവിച്ചത്? ടാറ്റയുടെ പറഞ്ഞിരിക്കില്ല, ടാറ്റയല്ലേ ഇപ്പൊ എന്റെ ബാക്കി കാര്യങ്ങൾ നോക്കുന്നത്. അപ്പൊ ആ നിലയിലേക്ക് വരുന്നു. അവിടെ എന്താണ് പറ്റുന്നത്? ട്രംപിന്റെ കടുംപിടുത്തോ ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ല, ഞങ്ങളുടെ ഇവിടെ തന്നെ വന്ന് മേടിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് ഇപ്പൊ ആരും അതൊന്നും നോക്കുന്നില്ല. ജർമ്മനി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്ന രാജ്യം ഇസ്രായേലാണ്. ഒന്ന് ആലോചിക്കണം, ലോകത്ത് മുൻപ് ആയുധങ്ങൾക്കായി 2 രാജ്യങ്ങളാണ് ലോകരാജ്യങ്ങൾ ആശ്രയിച്ചിരുന്നത്. അതിലൊന്ന് റഷ്യയും മറ്റൊന്ന് അമേരിക്കയുമാണ്. പാവപ്പെട്ട രാജ്യങ്ങളല്ല, ഒരു മുന്തിയ രാജ്യങ്ങൾ. ഒരു ഇന്ത്യ പോലും വളരെ കുറച്ചാണ്, നമ്മുടെ കയ്യിലും വലിയ പൈസ ഒന്നും ഇല്ല. ഉള്ള പൈസയ്ക്കൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, നമ്മൾ ആയുധം ഉത്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ പാവപ്പെട്ട രാജ്യങ്ങൾക്ക് ധാരാളം കൊടുക്കുന്നുണ്ട്. മലേഷ്യ മേടിക്കുന്നുണ്ട്, സിംഗപ്പൂർ മേടിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ, തായ്വാൻ അടക്കം ഇപ്പൊ നമ്മുടേതാണ്. തായ്വാൻ അറിയാമല്ലോ ധനുഷ്, അമേരിക്കയുടെ ഒരു സാമന്ത കോളനി പോലെ പോകുന്ന ഒരു രാജ്യമാണ്. അവര് പോലും ഇപ്പൊ നമ്മുടെ ആയുധങ്ങളെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഇല്ലാതെ ഇനി ലോകത്തിന് മുൻപോട്ട് പോകാൻ കഴിയില്ല. നമ്മളിത് കേൾക്കുമ്പോൾ പ്രേക്ഷകർ ഒരുപക്ഷെ വിചാരിക്കും ഇരുന്ന് തള്ളുന്നതാണ്. അതല്ല, ഒരു യാഥാർത്ഥ്യമാണ്, കണ്ണു തുറന്ന് കാണണം. ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് കുഴിച്ചെടുക്കുന്ന കൽക്കരിയുടെ, സ്റ്റീലിന്റെയോ ഗോൾഡിന്റെയോ മാത്രം കണക്കിലല്ല നമ്മളത് പറയുന്നത്. ധാതു സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ പറയുന്നത്. അവിടുത്തെ ഒരു രാജ്യത്തുള്ള തൊഴിലാളികളെ ഉണ്ടെങ്കിലും ആ രാജ്യം സമ്പത്തിൽ ഒന്നാമതാണെന്ന് പറയാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യം ഒന്നാമതാണ്. കാരണം ഈ രാജ്യത്ത് 55% യൂത്താണ്. അതെല്ലാം പിള്ളേരാണ്, യൂത്താണ്.
ആ യൂത്ത് ആയതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് പ്രവാസികളായിട്ടുള്ള എത്രയോ ലക്ഷക്കണക്കിന് പേരുണ്ട്. അവർ ഒരു ഇൻകമായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അത്രയും ഉം. സ്കില്ലുള്ളവരെ ലോകത്തിന് ആവശ്യമാണ്. അല്ലാതെ നമുക്കാരും ദാനം തരുന്നതല്ല നമുക്കൊരു ജോലി. അമേരിക്കയിലായാലും UK-യിലായാലും ഗൾഫിലായാലും ഒക്കെ ഇന്ത്യക്കാരെ കൊണ്ടുവന്ന അയ്യോ പാവങ്ങൾ എന്തെങ്കിലും തന്നേക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതല്ല, സ്കില്ലായിട്ടുള്ളവരെയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമ്മുടെ ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം, നയന കേന്ദ്രം തുടങ്ങിയിട്ട് യുവാക്കളെ കൂടുതൽ ട്രെയിൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് ആ സംവിധാനം തന്നെ വരുന്ന ചെറിയ കമ്പനികളാണെങ്കിൽ പോലും, അതായത് വിദേശത്തു നിന്ന് വരുന്ന ചെറിയ കമ്പനികളാണെങ്കിൽ പോലും ആ സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ്. അപ്പം ഇത്രയും മൂലധനം നമുക്കുണ്ട്. കേരളത്തെ സംബന്ധിച്ച് പണ്ട് നരേന്ദ്രമോദി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ സമ്പന്നമാണ് കേരളം എന്ന് പറയാൻ കാരണം ഈ സംസ്ഥാനത്ത് വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരുപാട് യുവതി യുവാക്കളുണ്ട്. നഴ്സിംഗ് മേഖല നോക്കൂ, നമ്മുടെ എത്രയോ ഇൻകമാണ് ഇവിടെ വരുന്നത്. ഇതിനെയൊന്നും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ഇത് പ്രവാസികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. ഇത് നമ്മളെന്ന് പറഞ്ഞാൽ ഉം. കേരളത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണെങ്കിൽ പോലും. അപ്പൊ ഇതും നമ്മുടെ ഒരു സമ്പത്താണ്. ഒപ്പം തന്നെ 55% യൂത്ത് ഉള്ള ഒരു രാജ്യത്ത് യൂത്തിനായിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ലോകത്ത് ഇറങ്ങുന്നത്. അത് തന്നെ അറിയാമല്ലോ. ലോകത്തിറങ്ങുന്ന 100 പ്രൊഡക്റ്റിൽ 80 യൂത്തിന് വേണ്ടിയിട്ടാണ്. ഷൂസ് ആയാലും അതെ. അണ്ടർ ഗാർമെന്റ്സ് ആയാലും എല്ലാം യൂത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. യൂത്താണ് കുറച്ചുകൂടെ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ളതും പർച്ചേസ് ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹമുള്ളതുമൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഇൻസ്റ്റാ കണക്കുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ വലിയ രീതിയിൽ പണം മുടക്കിയിട്ട് ഇൻസ്റ്റാ അതെന്താണ് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, യൂത്തിനെ ആകർഷിക്കാനാണ്. അപ്പോൾ യൂത്തിന് വേണ്ടിയിട്ട് ഇറക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങാൻ കപ്പാസിറ്റി ഇന്ത്യക്കാണ്. കാരണം 55% യൂത്ത് ആണ്. അതായത് ഒരു 45 ഏജിന് താഴെയുള്ള ഒരു 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 വലിയൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. ഈ 45 ഏജിന് താഴെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്ത് ത്യാഗം സഹിച്ചായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കും. ഒപ്പം തന്നെ അവരുടെ ആ ഊർജ്ജം മുഴുവൻ അവരുടെ ജോലിക്ക് വേണ്ടി വിനിയോഗിക്കും. ധനസമ്പാദനം നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അപ്പൊ ചോദിക്കും ജോലി എവിടെയെന്ന് ചോദിക്കും. ജോലി അന്വേഷിച്ചിറങ്ങിയാൽ ഈ രാജ്യത്ത് ജോലി കിട്ടാൻ യാതൊരു പ്രയാസവുമില്ല. കഴിവുണ്ടെങ്കിൽ. ഒരു കഴിവുമില്ലാതെ എനിക്കൊരു 1 ലക്ഷം രൂപയുടെ ശമ്പളം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. കഴിവുള്ളവർക്ക് ധാരാളം തൊഴിലവസരങ്ങൾ ഈ രാജ്യത്ത് തന്നെ നിലവിലുണ്ട്. നമ്മൾ എന്താണ് പറഞ്ഞത്, UK-യിലും മറ്റും പോയവരടുത്ത് നമ്മുടെ കേന്ദ്രമന്ത്രി ആരാണ്, ഞാൻ ആ പേര് ഓർക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്, നിങ്ങൾക്ക് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്ത് ജോലി ചെയ്യാം. അത്യാവശ്യം ജീവിച്ചുള്ള നല്ല ശമ്പളം നമ്മുടെ രാജ്യത്തെ കമ്പനികൾ നൽകുന്നുണ്ട്. ഇല്ലേ? എത്രയോ കമ്പനികൾ നോയിഡയിൽ അടക്കമുണ്ട്. കർണാടകത്തിലടക്കം നമ്മുടെ മലയാളികൾ അത്യാവശ്യം നല്ല സാലറി മേടിച്ച് ജോലി ചെയ്യുന്നില്ലേ? കേരളത്തിൽ ഉം. തന്നെ ജോലി വേണം. ഇല്ലെങ്കിൽ എനിക്ക് അതിനുള്ള യോഗ്യതയില്ല, പക്ഷെ എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞാൽ ജോലി കിട്ടില്ല. തൊഴിലില്ലായ്മ കുറഞ്ഞു തുടങ്ങുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവർക്കും തൊഴിലെന്ന രീതിയിലല്ല, തൊഴിലില്ലായ്മ കുറഞ്ഞു. പിന്നെ നമ്മുടെ യുവാക്കൾ, പുതിയ തലമുറ വലിയ രീതിയിൽ തന്നെ എത്തുന്നു എന്നുള്ളതാണ്. പാൽ ഉൽപാദന രംഗത്തേക്ക് നമ്മുടെ രാജ്യം ഇപ്പോൾ 1-ാം സ്ഥാനത്തെത്തി. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് പാലിനെതിരെ വലിയ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്, പാല് കുടിക്കുക എന്നും പറഞ്ഞിട്ട്. അതെ ഞാൻ പറഞ്ഞു, ഇതിനെല്ലാം ഒരു പശുക്കൾക്കെല്ലാം അജണ്ടയുണ്ട്. വാക്സിൻ എടുക്കണം എന്ന് പറഞ്ഞ് ആ ബിൽഗേറ്റ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഇറക്കിയിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പാൽ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം, ക്യൂബയൊക്കെ മറികടന്ന് 1-ാം സ്ഥാനം എത്തിയിരിക്കുന്നു. അപ്പൊ ഇവന്റെ കച്ചവടം പൂട്ടിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഏതായാലും G7 എന്നല്ല, ഇനി നടക്കുന്ന ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയൻ മീറ്റിംഗ് ഒഴിച്ച് ബാക്കിയുള്ള മീറ്റിങ്ങുകളിലെല്ലാം ഇന്ത്യയെ പങ്കെടുപ്പിക്കാതെ പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇരിക്കുമ്പം അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതായിട്ട് തന്നെ മനസ്സിൽ സൂക്ഷിക്കുകയും കൃത്യമായ സമയത്ത് പണി കൊടുക്കുകയും ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിജാറിന്റെ കാര്യമാണ് ധനുഷ് തുടക്കത്തിൽ പറഞ്ഞത്. നിജാറിന്റെ ഉം. കാര്യം അവർക്ക് മറക്കാൻ കഴിയില്ല. കാരണം ഇപ്പൊ ഭരിക്കുന്ന ആള് ട്രൂഡോയുടെ പാർട്ടിക്കാരൻ തന്നെ, ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടിക്കാരൻ തന്നെയാണ്. അപ്പൊ ഇതിന് ഉം. വിരുദ്ധമായിട്ട് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയാം സംഭവം എന്താണെന്നുള്ളതും ട്രൂഡോയ്ക്ക് പറ്റിയ അമളി എന്താണെന്നുള്ളതും ട്രൂഡോയുടെ പരാജയം എന്താണെന്നുള്ളതും പുള്ളിക്ക് അറിയാം. പക്ഷെ പറയാൻ കഴിയില്ല, ഒരു പാർട്ടിയാണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു രാഷ്ട്രീയ ഉം. പാർട്ടി നമ്മളെല്ലാം ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരാളൊരു അബദ്ധം പറഞ്ഞില്ല, അബദ്ധം ചെയ്താലും നമുക്ക് തള്ളിപ്പറയാൻ പരസ്യമായിട്ട് പറ്റില്ല. അപ്പോൾ അതെ. അതുകൊണ്ട് ഒരു ടൈപ്പിൽ പോവുക, ഒരു സമാധാനത്തിൽ പോവുക എന്നുള്ളതാണ്. പിന്നെ കാനഡയുടെ കാര്യം വളരെ മോശമായിട്ട് സ്ഥിതിയായിട്ട് മുമ്പോട്ട് പോവുക. ട്രംപ് ആണെന്നുണ്ടെങ്കിൽ അവർക്കും താരിഫ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അടുത്തതിന്റെ സ്റ്റേറ്റ് ആക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അവരെ സംബന്ധിച്ചാണെങ്കിൽ ക്രൂഡ് ഓയിൽ ശേഖരം ഏറ്റവും കൂടുതലുള്ള 4-ാമത്തെ ലോകത്തെ രാജ്യമാണ്, വലിയ രാജ്യമാണ് കാനഡ. ഈ കാനഡയും ഉം. ഇന്ത്യയുമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യ അവിടുന്ന് എണ്ണ എടുത്തേക്കാം. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്, മറ്റൊന്ന് ചൈനയുമാണ്. അപ്പോൾ ഒരുപക്ഷെ അതിന്റെ കച്ചവടം നടന്നേക്കാം. അനവധി സ്ഥാപനങ്ങൾ നടന്നേക്കാം. കാനഡ ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരിൽ നിന്ന് നല്ലൊരു ഇൻകമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ ബന്ധം നന്നായിരുന്ന അവർക്ക് കുറച്ചുകൂടെ നല്ലതാണ്. ഇനി അമേരിക്ക മാത്രം നോക്കിക്കൊണ്ട് ഇരുന്ന് നടക്കത്തില്ല എന്നുള്ള കാര്യം ട്രംപ് കയറിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. അപ്പം അങ്ങനെയുമുണ്ട്. അപ്പൊ ഈ രാജ്യങ്ങൾക്കൊന്നും ഇതിനകത്ത് ട്രംപ് ഒഴിച്ചിട്ട്, ട്രംപിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല, പുള്ളിയുടെ നിലപാടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോ ഇതിനകത്ത് പങ്കെടുക്കുന്ന രാജ്യങ്ങളെല്ലാം ഇന്ത്യയുമായി നല്ല ബന്ധത്തിലുള്ള രാജ്യങ്ങളാണ്. കോഡ് സഖ്യത്തിന്റെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും അതിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇന്ത്യ ഒഴിവാക്കി മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഈസി ആയിട്ട് സേഫ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യം ഇന്ന് ഏഷ്യയിൽ ഇന്ത്യയാണ്. ഏഷ്യയിൽ എന്നല്ല, എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഒരു രാജ്യം ഇന്ത്യയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റു ഉം. രാജ്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളാണ്.
മിഡിൽ ഈസ്റ്റ് എന്തായാലും ഇപ്പം അമേരിക്കയുടെ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പിടിയിലാണ്. പക്ഷെ ഇപ്പൊ അവരും മാറി മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. സൗദിയൊക്കെ ഈ അടുത്ത് ബ്രഹ്മോസ് ഇന്ത്യയുടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു കരാറിലേക്ക് അത് എത്തിയേക്കാം. ആ രീതിയിലേക്കാണ് മാറുന്നത്. അപ്പം ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. G7 ഇന്ത്യയെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ അതൊരു വാർത്താ പ്രാധാന്യമൊന്നും ഇല്ല, അതിന് വലിയ വാർത്തയുമല്ലത്. ഒരുപക്ഷെ വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ പോകുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു സംശയമായിരുന്നു. അതങ്ങനെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും വിളിക്കാതെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം. മറുവശത്ത് മറ്റൊരു സഖ്യം ശക്തമാണ്, ബ്രിക്സ്. അവർ നോട്ടടിച്ചിറക്കാനുള്ള കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ മാതൃക പോലും പുടിൻ തമാശക്ക് ആണെങ്കിലും പുറത്തിറക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് RIC എന്ന് പറയുന്ന ഒരു സഖ്യം, ഇതിനിടയിലാണ് ഇന്ത്യയും അഫ്ഗാനും ഇറാനും റഷ്യ എല്ലാം കൂടെ ചേർന്ന് മറ്റൊരു സഖ്യത്തിന് നീക്കം നടക്കുന്നത്. അങ്ങനെ സഖ്യത്തോട് സഖ്യമാണ്. ഇത് കൂടാതെ G20 ഉണ്ട്. G20യുടെ ഒക്കെ ഒരു നായകത്വ പദവിയിലേക്ക് ഇന്ത്യ ഉയരുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ ഇന്ത്യ അല്ല പുതിയ ഇപ്പോഴുള്ള ഇന്ത്യ. ഇന്ത്യ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുക അസാധ്യമായ കാര്യമാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ നീക്കം. ഏതായാലും നമ്മളുടെ രാജ്യത്തിന് മുമ്പ് ആരോ പ്രവചിച്ചതുപോലെ 1-ാം നമ്പറിലേക്ക് കയറി വരുന്ന കാഴ്ചയാണ്. എന്താണ് വിശ്വഗുരു എന്ന് നമ്മുടെ രാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്, നരേന്ദ്രമോദിയെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മുടെ രാജ്യം ഭാരതത്തെ കുറിച്ചാണ് വിശ്വഗുരു എന്ന് പറഞ്ഞ ഒരു വിശ്വഗുരുവിന്റെ പദവിയിലേക്ക് നമ്മൾ വരുന്നു. നട്ടെല്ലുയർത്തി നാം നമ്മുടെ അഭിപ്രായം പറയുന്നുണ്ട്. റഷ്യക്കൊപ്പമാണ് നാമെന്ന് പറയുന്നുണ്ട്, ഇസ്രായേലിനൊപ്പമാണ് നാമെന്ന് പറയുന്നുണ്ട്, പാലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണമെന്ന് നാം പറയുന്നുണ്ട്. ട്രംപ് ഈ കോലാഹലമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പോയി പണി നോക്കാനാണ് പറയുന്നത്. അതൊക്കെ നരേന്ദ്രമോദി അല്ല പറയുന്നതും കൂടെ ആലോചിക്കണം. എസ് ജയശങ്കറിനെ പോലെയുള്ള മന്ത്രിമാരെ കൊണ്ടാണ് ട്രംപിന് മറുപടി പഠിപ്പിക്കുന്നത്. ആ ട്രംപ് പറയുന്നതൊക്കെ നല്ല കാര്യം. ട്രംപിന് അമേരിക്ക പേടിയുള്ള ഒരു കാലഘട്ടമൊക്കെ ഉണ്ട്. അത് പേടിയുള്ള രാജ്യങ്ങളുണ്ട്. ഞങ്ങൾ ആ ഗണത്തിൽ കൂട്ടരുതെന്ന് മാധ്യമങ്ങളോട് ഓപ്പണായിട്ട് പറയുന്നത് നമ്മുടെ വിദേശകാര്യമന്ത്രിയാണ്. അപ്പൊ ആ നിലയിലേക്കാണ് നമ്മൾ അവരെ പോലും കണ്ടുപോകുന്നത്. അപ്പം കൂട്ടായി നിന്നാൽ മാത്രം അത് തന്നെയാണ് നമ്മുടെ മോദി എപ്പോഴും പറയുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. യുദ്ധത്തിന് സമയമല്ല, കൂട്ടായി നിന്ന് മുൻപോട്ട് പോകാൻ കഴിയൂ. അത് മനസ്സിലാക്കാതെ പഴയ ഒരു ജന്മിത്വവും പഴയ ലോകപോലീസും പഴയ ഒരു ആഢ്യത്വവും ഒക്കെ കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുന്നവർ പോലും മൈൻഡ് ചെയ്യാത്തൊരു സാഹചര്യമാണ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്.